നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളുമാര് രണ്ടും പുറത്തുപോയി. ഈ തക്ക നോക്കി കലക്കിയേക്കാം. ക്യാൻസർ ഒരു മാറാരോഗമൊന്നുമല്ല, അതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അവർക്ക് ക്യാൻസർ ഒന്നുമല്ല, പക്ഷേ ഞാനത് ക്യാൻസർ ആക്കും. കൈമളേട്ടാ, ആ വാഴപ്പാടി മനയിലെ രുദ്രൻ തിരുമേനിയെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുള്ളതല്ലേ? നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിപ്പിച്ച അദ്ദേഹം വരുമോ? അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം വച്ചു നോക്കുകയും പരിഹാര മാർഗം നിർദ്ദേശിക്കുന്ന ആളുമല്ലേ, വലിയ പണ്ഡിതൻ. വാഴപ്പാടി തിരുമേനിയൊക്കെ വരൂ രാജലക്ഷ്മി. അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണെന്നാ കേട്ടത്. നമ്മൾ അത്ര പ്രശ്നത്തിലാണെന്ന് തിരുമേനിയോട് പറയണം. ഒരു ഗത്യന്തരവും ഇല്ലാഞ്ഞിട്ടാ തിരുമേനിയെ വിളിപ്പിക്കുന്നതെന്നും തിരുമേനി വന്നേ പറ്റുമെന്നും അപേക്ഷ പോലെ പറയണം. അദ്ദേഹം സമ്മതിച്ചാലും മക്കൾ വിടുവോന്ന് എനിക്ക് തോന്നുന്നില്ല രാജലക്ഷ്മി. അതെ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. പണ്ടൊരിക്കലേ അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളതല്ലേ? ആ, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വിളിച്ചു നോക്ക്. അദ്ദേഹം വന്നാൽ നമുക്കൊരാശ്വാസമാകും. കാരണം തിരുമേനി ഗണിച്ചു പറയുന്ന കാര്യങ്ങൾ ദൈവ തീരുമാനങ്ങളാണ്. അല്ല കൈമളേട്ടാ, ഇന്ന് എപ്പോഴാ രാഹുകാലം? 7:30 മുതൽ 9:30 തോന്നുന്നു. ആ, എന്നാ രാഹുകാലം കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ലോകത്തുള്ള മുഴുവൻ ജ്യോത്സ്യന്മാരും ഇവരുടെ ഈ ചെമ്പകമംഗലത്ത് വന്നു കാണും. പൂജാരികളായ പൂജാരികളും മന്ത്രവാദികളായ മന്ത്രവാദികളും ഇതിനകത്ത് കയറി നിറങ്ങിയിട്ടുണ്ട്. ഒരു ഫലവുമില്ല. ഇതിനകത്ത് ആര് വന്നാലും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ആ മൈഥിലി, അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു. എനിക്ക് തോന്നുമ്പോ നിന്നെ അങ്ങോട്ട് വിളിക്കാനും പറ്റില്ലല്ലോ. ദൈവത്തെ ഓർത്ത് വിളിക്കരുത്. ഇവർക്ക് സംശയം വരാൻ ഒരു കാരണവശാലും ഇടയാക്കരുത്. ഒരു തരത്തിലാണ് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത്. അതെനിക്കറിയാം. അതിരിക്കട്ടെ, അവിടുത്തെ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പറ. വിശദമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴാ ഇതുവഴി ആരെങ്കിലും വരുന്നതെന്ന് അറിയാൻ വയ്യ. ഇവിടെ ഇപ്പൊ വീണ്ടും ജോത്സനെ വിളിക്കാൻ പോവാ. ഒരു ഈച്ച മൂളി പറഞ്ഞാ മതി, അപ്പൊ ഈ വീട്ടില് ജോത്സനെ വിളിക്കും. ജോത്സനോ? ഏത് ജോത്സനെ വിളിക്കാൻ പോകുന്നത്? ആ ജോത്സന്റെ പേരെങ്ങാനും നീ കേട്ടോ? കേട്ടു. ഒരു തിരുമേനിയാണത്രേ. വാഴപ്പാടി രുദ്രൻ നമ്പൂതിരിപ്പാട്. വാഴപ്പാടി രുദ്രൻ നമ്പൂതിരിപ്പാട്. വെറുതെ മനസ്സിലാ പേര് കിടക്കട്ടെ. ആട്ടെ, എന്തിനാ ഇപ്പൊ അയാളെ വിളിച്ചു വരുത്തുന്നത്? ഇവിടെ മൊത്തം പ്രശ്നങ്ങളല്ലേ. പ്രധാനം ആ നന്ദിനിയുടെ മാറാ രോഗോ. അല്ല മൈഥിലി, നന്ദിനിയെ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യിപ്പിക്കാനുള്ള പ്ലാനൊന്നും തൽക്കാലം അവർക്കില്ലല്ലോ. അതൊന്നുമല്ല, ക്യാൻസർ തന്നെയാണെന്ന് വിശ്വസിച്ചിരിക്കുക. ജോത്സനെ വിളിപ്പിക്കാനാ തിടുക്കം, അല്ലാതെ അടുത്തുള്ള ഡോക്ടറെ കാണാനല്ല. മരക്കഴുതുകൾ. കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂല. അതുകൊണ്ട് ഈ അവസരം നന്നായിട്ട് വിനിയോഗിക്കണം. നന്ദിനി ഏട്ടത്തിക്ക് മാറാ രോഗമാണെന്നുള്ള തരത്തിൽ പ്രചരിപ്പിക്കുകയും ആ വിധത്തിൽ പെരുമാറുകയും വേണം. എന്തൊക്കെ വേണമെന്നോ അതെങ്ങനെ വേണമെന്നോ നീ പറഞ്ഞാ മതി. എല്ലാം ഞാൻ പറഞ്ഞു തരാം. അന്ന് ഞാൻ കൊടുത്തുവിട്ട ആ മെഡിസിന്റെ ബാക്കി കയ്യിലിരിപ്പില്ലേ? ഉണ്ടോ? ഉണ്ടല്ലോ.
ഇവൾ ആരോടാ ഈ ഫോണിൽ സംസാരിക്കുന്നത്? അല്ല, നന്ദിനി എടുത്ത് കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ഏതാ? കഞ്ഞി. എന്നാ പിന്നെ അതിൽ ആ ഗുളിക പൊടിച്ച് കലക്കി കൊടുത്താൽ മതി. ശരി. ഇവള് കഞ്ഞിയെന്ന് പറഞ്ഞു, ബാക്കിയൊന്നും കേട്ടില്ലല്ലോ. ദൈവമേ, ഇവള് വല്ലതും കേട്ടോ? എന്താ നീ ആരോടാ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നെ? ചോദിച്ച കേട്ടില്ലേടി? എന്താ, എനിക്ക് ആരോട് ഫോണിൽ സംസാരിക്കാൻ പാടില്ലേ? എനിക്ക് ഒരേ ഒരു ഫ്രണ്ടേ ഉള്ളൂ, ലതാ വർമ്മ. ഞാൻ അവളോടാ ഫോണിൽ സംസാരിച്ച. ഫ്രണ്ടിനോടാ സംസാരിച്ചെങ്കിൽ നീ പിന്നെ എന്നെ കണ്ടപ്പോ ഞെട്ടിയതെന്തിനാ? അത് പിന്നെ നീ പുറകെ വന്ന് നിൽക്കുവല്ലേ, ഓർക്കപ്പുറത്ത് കണ്ട ഞെട്ടിപ്പോയില്ലേ? പ്രേതോ പിശാചോ ആണെന്ന് ഞാൻ പേടിച്ചു പോയി. നീ പ്രേതത്തിനെയും പിശാചിനെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. ശരിയാ, നീ ഒത്തിരി പ്രാവശ്യം കണ്ണാടി നോക്കുന്നവളാണല്ലോ. അത് ഞാൻ മറന്നുപോയി. ഓ, അവളെനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലേ. സാരമില്ല, പിന്നെ ഞാൻ കൊടുത്തോളാം. മായ ചേച്ചി, മീനാക്ഷി മോളെ, പൊടിയരിക്കഞ്ഞ് റെഡിയായോ? ദേ റെഡിയായി. ചമ്മന്തി ആയോ? തേങ്ങാ ചമ്മന്തി അല്ലേ? നല്ല ചുട്ടരച്ച ചമ്മന്തി വേണം. അത് മിക്സിയിൽ അരക്കണ്ട. മുത്തശ്ശനൊക്കെ വേണ്ടി ചമ്മന്തി അരയ്ക്കുന്ന ആ അരകലില്ലേ, അതിലരച്ചാ മതി. അതാ അമ്മയ്ക്ക് ഇഷ്ടം. ശരി മോളെ, അരകല് പുറത്തല്ലേ? ഞാൻ അരച്ചോണ്ട് വരാം. അവളുമാര് രണ്ടും പുറത്തുപോയി. ഈ തക്ക നോക്കി കലക്കിയേക്കാം. എന്താടി ഇവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.